നമസ്കാരം. കരിയർ പാത്വേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൾക്കായിട്ട് കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്ന അവസരങ്ങളാണ് കൂടുതലായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സൂചിപ്പിക്കാറുള്ളത്. അതല്ലാതെയുള്ള റിക്രൂട്ട്മെന്റുകൾ പലതും jobsbridge.com എന്ന നമ്മുടെ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിൽ കൂടെ വാട്സാപ്പ് ചാനലിൽ കൂടെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 കമ്പനികളിലെ ബൾക്ക് റിക്രൂട്ട്മെന്റ് അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ഈസാഫ് ബാങ്ക് മുതൽ ലുലു വരെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലെ 2 കമ്പനികളിലെ ബൾക്ക് റിക്രൂട്ട്മെന്റ്, അതല്ലെങ്കിൽ വിദേശത്തേക്ക് 2 കമ്പനികളിലെ അവസരങ്ങൾ. ഇതുകൂടാതെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF ഏതാണ്ട് 4660ഓളം ഒഴിവുകളിലേക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഈസാഫ് ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഡിഗ്രി എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളുണ്ട്. ഈസാഫിലേക്ക് ഏതാണ്ട് 6 തസ്തികകളിൽ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. സെയിൽസ് ഓഫീസേഴ്സ്, റിലേഷൻഷിപ്പ് ഓഫീസേഴ്സ്, അത് HNI ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ്, അതേപോലെ ഗോൾഡ് ലോൺ ഓഫീസർ, ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ, ബ്രാഞ്ച് ഹെഡ്, അസറ്റ് ഡെസ്ക് ഓഫീസർ, ഈ തസ്തികകളിലാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫീൽഡിൽ വർക്ക് ചെയ്യുവാനായിട്ട്, അതേപോലെ സെയിൽസിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ള ഡിഗ്രി എങ്കിലുമുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 2 തീയതി മാർച്ച്, അതായത് വരുന്ന ശനിയാഴ്ച. ഇവരുടെ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കോഴിക്കോടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിലേക്ക്, എരഞ്ഞിപ്പാലത്തുള്ള ഈ ഒരു ബ്രാഞ്ചിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ 2 വിദേശ അവസരങ്ങളെ സൂചിപ്പിക്കാം. ഒരവസരം കുവൈറ്റിലേക്കാണ്. കുവൈറ്റിലെ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാർക്ക് ആൻഡ് സേവിലേക്കൊക്കെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. മറ്റൊരു അവസരം ബഹ്റിനിൽ നെസ്റ്റോ ഗ്രൂപ്പിലേക്കും ആയിരിക്കും. അപ്പോൾ ആദ്യം കുവൈറ്റിലെ അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അസിസ്റ്റന്റ് മാനേജർ, സെയിൽസ് സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, റിസീവർ, സെയിൽസ്മാൻ, ഈ തസ്തികകളിൽ കുവൈറ്റിലേക്ക് അവസരങ്ങളുണ്ട്. ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 2 തീയതി വയനാട് വെച്ചിട്ടും 4 തീയതി തൃശ്ശൂർ വെച്ചിട്ടും 8 തീയതി കാലിക്കറ്റ് വെച്ചും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നെസ്റ്റോയിലേക്ക്, ബഹ്റിനിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 11ഓളം തസ്തികകളിൽ അവസരങ്ങളുണ്ട്. സ്റ്റോർ മാനേജർ, അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, ഫ്രഷ് ഫുഡ് മാനേജർ, ബയർ ആൻഡ് അസിസ്റ്റന്റ് ബയർ, കാറ്റഗറി സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, റിസീവർ, സെയിൽസ്മാൻ, കാഷ്യർ, ഫിഷ് മോങ്കർ, ബുച്ചർ, ബേക്കർ, കൺഫെക്ഷണർ, തസ്തികകളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 4 തീയതി വടകര വെച്ചിട്ടും 5 തീയതി വയനാട് വെച്ചിട്ടും 6 തീയതി തിരൂർ വെച്ചിട്ടും 7 തീയതി എറണാകുളത്ത് വെച്ചും നടക്കുന്നുണ്ട്. അപ്പം 9:30ക്കും 1 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ അവസരങ്ങളുള്ളത് എന്നുള്ള കാര്യം. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. മിനിമം ഒരു +2 മുതൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ യൂസഫ് അലിയുടെ ഒക്കെ ലുലു ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. കൊച്ചിയിലേക്കാണ് ഇവർ ഈ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന തസ്തികയിലേക്കായിരിക്കും ഹയറിംഗ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള ഒരു അവസരമാണ്. 3 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അത് കോസ്റ്റ് കൺട്രോൾ റോളിൽ വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ F&B ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക. ഈ കോസ്റ്റിങ്, അതേപോലെ കോസ്റ്റ് അനാലിസിസിലൊക്കെ നല്ല നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് പ്രൈസിങ്ങിലും അറിവ് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. CA അല്ലെങ്കിൽ CMA ഇന്റർ കഴിഞ്ഞവർക്കൊക്കെ ആയിരിക്കും അവസരമുള്ളത്. അപ്പം ഈ ഒരു അവസരം ലുലു ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം, അതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കുക. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ലുലു എന്ന് സെർച്ച് ചെയ്തും ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താവുന്നതാണ്. ഇനി ഞാൻ ഒത്തിരി പേര് കാത്തിരുന്ന ഒരു അവസരം, അതിൻ്റെ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഒന്ന് സൂചിപ്പിക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എംപ്ലോയർമാരിൽ ഒരാളാണ് റെയിൽവേ എന്നുള്ളത്. റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റ് കൂടുതൽ നടക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്, RRB ആണ്.
അപ്പോൾ അവരുടെ ഒരു അനൗൺസ്മെന്റ് അത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കാണ്. ഏതാണ്ട് 4660 ഒഴിവുകളിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു വിജ്ഞാപനമല്ല, ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. അതിൻ്റെ ആക്ച്വൽ ആപ്ലിക്കേഷനൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഒത്തിരിയധികം ആളുകൾ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ ഇവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് മനസ്സിലാക്കാം. 2 തസ്തികകളിലായിട്ട് 4660 ഒഴിവുകളാണുള്ളത്. ഒന്ന് സബ് ഇൻസ്പെക്ടറാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ, മറ്റൊന്ന് കോൺസ്റ്റബിളാണ്. സബ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 35,400 ഇനീഷ്യൽ പേ. മറ്റൊത്തിരി ആനുകൂല്യങ്ങൾ ലഭ്യമാകും. അത് മിനിമം ഗ്രാജുവേഷൻ ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. കോൺസ്റ്റബിൾ ആയിട്ട് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 21,700 ആയിരിക്കും അതിൻ്റെ ഇനീഷ്യൽ പേ. ഈ കോൺസ്റ്റബിൾ ആയിട്ട് 4,208 ഒഴിവുകളും സബ് ഇൻസ്പെക്ടറായിട്ട് 452 ഒഴിവുകളുമാണ്. അങ്ങനെ ടോട്ടൽ 4,660 ഒഴിവുകളായിരിക്കും ഉള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത് ഓപ്പൺ ചെയ്യുന്നത് 15/4/2024 അതായത് ഏപ്രിൽ 15-ാം തീയതി മാത്രമായിരിക്കും ഓപ്പൺ ആകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മെയ് 14-ാം തീയതി വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇവർ നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല. ഒത്തിരിയധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താഴെ വന്നാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ട്. ജനറൽ കാറ്റഗറിയിൽ 500 രൂപയാണ്. SC ST അങ്ങനെയുള്ള എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവർക്ക് 250 രൂപയാണ്. എന്നാൽ ഈ SC ST എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ ഈ 250 രൂപയും നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. ജനറൽ കാറ്റഗറിയിൽ 500 രൂപ അടച്ചണമെങ്കിൽ 400 രൂപയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ റിട്ടേൺ കിട്ടും. അതായത് നിങ്ങൾ ഇതിന് സീരിയസ് ആണ് എന്ന് ഉറപ്പ് വരുന്നതിനാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫീ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇതിന് ആക്ട് ചെയ്യേണ്ട. ഓർക്കുക, ഏപ്രിൽ 15-ാം തീയതി മുതൽ ഇതിന് അപേക്ഷിച്ച് തുടങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു അവസരത്തിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇൻഫോ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ അവസരം WAC വാക് എന്ന കമ്പനിയിലാണ്. മുമ്പ് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനി. ഇവര് കൊച്ചി ഇൻഫോ പാർക്കിൽ അല്ലെങ്കിൽ ഇവർ കൊരട്ടി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് 20-ലധികം തസ്തികകളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. രണ്ടാമത്തെ അവസരം പിക്സ് ഡൈനാമിക്സ് എന്ന കമ്പനിയാണ്. ഇവര് കൊച്ചി ഇൻഫോ പാർക്കിൽ കാർണിവൽ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെയും 10-ലധികം തസ്തികകളിലേക്ക് ഹയറിങ് നടത്തുന്നുണ്ട്. ഇവിടെയും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഓരോ തസ്തികയ്ക്കും വേണ്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷറിനുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനിയുടെ റിക്രൂട്ട്മെന്റിന് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ ഡീൽ ചെയ്യുവാൻ. അതേപോലെ ഈ പ്രൈവറ്റ് കമ്പനികൾ അപേക്ഷിക്കുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ വിളിച്ചു എന്ന് വരത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും വിളിക്കുക എന്നുള്ള കാര്യം കൂടി അറിയുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.